എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഗോക്കു ആണെങ്കിൽ അവനോട് പറയും, ഞാൻ മോഷ്ടിച്ചിട്ടില്ല, എനിക്കത് കിട്ടിയതുകൊണ്ട് ഞാൻ തിന്നു. ഉണ്ടപ്പം പയ്യനാണെങ്കിൽ അത് കേട്ട് ദേഷ്യം കൂടും. അപ്പൊ നീ പറയുന്നത് ഞാൻ കള്ളം പറയാണെന്നാണോ? ഇതെന്റെ ഫുഡാണ്, അതാണ് നീ തിന്നു തീർത്തത്. നീ എന്തിനാണ് ഇവിടേക്ക് വന്നത്? ഞങ്ങളുടെ ഈ കാട്ടിലേക്ക് കടന്നു വന്ന് ഞങ്ങളുടെ സാധനങ്ങളും ഭക്ഷണവും അതൊക്കെ തന്നെ മോഷ്ടിക്കാനല്ലേ നീ ഇവിടേക്ക് വന്നേ? ഗോക്കു പറയും, അയ്യോ ഇല്ല ഇല്ല, എന്റെ ഫ്രണ്ടിനെ ഒരു മോൺസ്റ്റർ കൊന്നു. ഗ്രാൻഡ് കൊടുത്ത നിന്റെ കഴുത്തിലുള്ളതുപോലുള്ള ഒരു ഡ്രാഗൺ ബോൾ അത് ആ മോൺസ്റ്റർ അടിച്ചു മാറ്റി എന്റെ ഫ്രണ്ടിനെ കൊന്നു കളഞ്ഞു. അവനോട് റിവഞ്ച് ചെയ്യാനാണ് ഞാൻ അവന്റെ അടുത്തേക്ക് പോയത്. അവനാണെങ്കിൽ എന്നെ അറ്റാക്ക് ചെയ്ത് ഇവിടെ ഇട്ടു. വിശന്നു പറഞ്ഞ് ഞാൻ ആ ഫിഷ് കണ്ടപ്പോ ആർത്തിയോട് കൂടെ അത് കഴിച്ചു. സത്യത്തിൽ ഇതാണ് സംഭവിച്ചത്. ആ ഉണ്ടപ്പനാണെങ്കിൽ അതൊന്നും വിശ്വസിക്കാനായിട്ട് തയ്യാറാവില്ല. അവനാണെങ്കിൽ ഇപ്പൊ ഗോക്കുവെ ഫൈറ്റിന് വിളിക്കും. അങ്ങനെ അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യാൻ ഫേസ് ടു ഫേസ് നിൽക്കും. നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് ഉണ്ടപ്പനാണെങ്കിൽ ഇപ്പൊ പല്ല് കടിക്കും. അത് കേട്ട് ഗോക്കു ആണെങ്കിൽ വിളിച്ചു പറയും, നീ നുണയനാണ്, ഉറപ്പായാലും പിന്നെ ഞാൻ പഞ്ച് തോൽപ്പിക്കുമെന്ന് പറഞ്ഞ് രണ്ടുപേരും ഇപ്പൊ പൊരിഞ്ഞ അട്ടിയിടി ബഹളം. ഉണ്ടപ്പനാണെങ്കിൽ കലി കയറി അവന്റെ മുഖമൊക്കെ ചുവന്നു വരും. ഉണ്ടപ്പൻ ഗോക്കുവിനെ ചവിട്ടാനായിട്ട് അങ്ങനെ ചാടി വരും. ഗോക്കു ആണെങ്കിൽ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി അവനെ വെട്ടിത്തെറിപ്പിച്ച് അവർ അറ്റാക്കിൽ രക്ഷപ്പെടുകയാണ്. അതിനുശേഷം വീണ്ടും അവർ തമ്മിൽ അമ്പൻ ആക്ഷനൊക്കെ ഇട്ട് പൊരിഞ്ഞ പോരാട്ടം. ഗോക്കുവും ഉണ്ടപ്പനും അവർ രണ്ടുപേരും കട്ടയ്ക്ക് അങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഉണ്ടപ്പനാണെങ്കിൽ അവന്റെ തല വെച്ച് ഇപ്പൊ ഗോകുവിന്റെ തലയിൽ ആഞ്ഞെട്ടിക്കും. ഇടികിട്ടി ഗോകു ആണെങ്കിൽ അടിച്ചു വീഴും. ഓ നോ, ഫൗളാണ് കാണിച്ചത്, തല വെച്ച് കിക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇപ്പൊ ഗോകു ആണെങ്കിൽ അവന്റെ മൂക്കിടിച്ച് പരത്തും. അതിനുശേഷം അവനെ അറഞ്ചം പുറഞ്ഞ് ഇട്ടിച്ച് ഒരു മലയിലേക്ക് ചവിട്ടി തെറിപ്പിക്കും. ഗെയിമിൽ ഞാൻ ജയിച്ചു, എന്റെ പവറിന്റെ അത്ര ഒരിക്കലും നീ വരില്ല എന്ന് പറയും. അടുത്ത നിമിഷം ഗോകുവിന് വമ്പൻ ട്വിസ്റ്റ് കൊടുത്തുകൊണ്ട് അവൻ ആ പാറകൾക്കടയിൽ നിന്ന് പുറത്തേക്ക് വരും. ഗോകു ആണെങ്കിൽ ആ കാഴ്ച കണ്ട് ഞെട്ടുകയാണ്. ഓ നോ, ഇവൻ ഇത്രയും പവർ ഉണ്ടായിരുന്നോ? ഇവൻ സത്യത്തിൽ ആരാണ്? ഓപ്പോസിറ്റുള്ള ജയന്റ് ആണെങ്കിൽ ഗോകുവെ കണ്ട് ഇപ്പൊ ഒന്ന് പേടിക്കാനായിട്ട് തുടങ്ങും. കാരണം ആ കാട്ടിലെ കിങ്കരനാണ് ആ ഉണ്ടപ്പൻ. ഗോകുവിനെ പോലെ ഇത്രയും പവർഫുൾ ആയ ഒരാളെ ആദ്യമായിട്ടാണ് അവൻ കാണുന്നത്. കട്ട് ചെയ്ത അസിസ്റ്റന്റ് മോൺസ്റ്ററിനെ കാണിക്കും. അവനാണെങ്കിൽ അവൻ കൊന്നു കളഞ്ഞ ഓരോരുത്തരുടെ പേപ്പേഴ്സ് ആയിട്ട് അങ്ങനെ ചുരുട്ടിക്കൂട്ടി കളഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനി അടുത്തതായിട്ട് ആരാണ്? ഇത്രയും വേഗം എനിക്ക് എല്ലാവരെയും തീർക്കണം എന്ന് പറഞ്ഞ് അവൻ അടുത്ത ആളുടെ ഫോട്ടോ കയ്യിലെടുക്കും. അടുത്തായിട്ട് അവന് കിട്ടിയത് മറ്റാരുമല്ല, മാസ്റ്റർ റോഷി, അതായത് ജാക്കി ചാന്. അതിനുശേഷം മാർഷൽ ആർട്സ്മാന്റെ ഫോട്ടോ, പിന്നീട് നമ്മുടെ ഹാൻസം ബോയ്. അവനാണെങ്കിൽ അവരെ 3 പേരുടെ ഫോട്ടോ കയ്യിലെടുത്ത് അങ്ങനെ ഫ്ലൈ ചെയ്തു പോകും. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് നമ്മുടെ ആൾക്കാരാണെങ്കിൽ സേഫ് ആയിട്ട് ഇപ്പോൾ ഒരു ഐലാൻഡിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. മാസ്റ്റർ റോഷി ആണെങ്കിൽ ഇപ്പൊ ഹാൻസം ബോയോടും ബാക്കിയുള്ളവരോടും പറയും, നിങ്ങളുടെ സിറ്റുവേഷൻ ഇപ്പോൾ വളരെ മോശമാണ്. മാർഷൽ ആർട്സിൽ കോമ്പറ്റ് ചെയ്തവരെ എല്ലാവരെയും അവരില്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരെ എത്രയും വേഗം ഞങ്ങൾ കണ്ടെത്തി ഇല്ലാതാക്കും. അതുവരെ നിങ്ങൾ ഇവിടെ സേഫ് ആയിട്ടിരിക്കണം എന്ന് പറഞ്ഞ് മാസ്റ്റർ റോഷിയും മാർഷൽ ആർട്സ്മാനും മറ്റൊരു പേടകത്തിൽ അവിടുന്ന് കടന്നു പോകും. ഇവിടെ ബുൽമയും ടീമും ആണെങ്കിൽ ഒരുപാട് ടെൻഷനിൽ അവരെ തന്നെ നോക്കും. അതിനുശേഷം ബുൽമ അവൾ ക്യാപ്സ്യൂൾ ഉപയോഗിച്ച് വീട് ക്രിയേറ്റ് ചെയ്ത് എല്ലാവരെയും വിളിച്ച് അതിന്റെ അകത്തേക്ക് പോവാണ്. കട്ട് ചെയ്ത ഇവിടെ ഒരു മോൺസ്റ്റർ അതാണെങ്കിൽ ഹായ് ആയിട്ട് ആ ചെയറിൽ ഇരിക്കുകയാണ്. ഉടനെ ബീസ്റ്റ് ആണെങ്കിൽ അവന്റെ കുറെ പഴയ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ കാണിച്ച് ആളെ എന്റർടൈൻ ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ ആൾക്കാണെങ്കിൽ യാതൊരു റിയാക്ഷനും ഇല്ല. അപ്പോഴായിരിക്കും ആ ഫ്ലൈങ് ഡൈനോസർ അതിപ്പോ അവരോട് പറയാ, ആക്ച്വലി ഞങ്ങളുടെ മാസ്റ്റർ മോൺസ്റ്റർ അദ്ദേഹം ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 2 കണ്ണും തുറന്നു വെച്ചിട്ടാണ് അദ്ദേഹം റെസ്റ്റ് ചെയ്യുക. ഇപ്പൊ നിങ്ങൾ ഒന്നും കാണിച്ച് അദ്ദേഹത്തെ എന്റർടൈൻ ചെയ്യാൻ നോക്കിയിട്ട് യാതൊരു കാര്യമില്ല. ആള് ബോർഡാണ്, ആൾ ടയേർഡാണ്, ഉറങ്ങുകയാണ്. അത് കേട്ട് അവർ വണ്ടർ അടിച്ച് ആളെ തന്നെ നോക്കും. അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇവിടെ ബുൽമ, അവളാണെങ്കിൽ ഒരുപാട് മണിക്കൂറുകളോളം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഇപ്പോൾ ഒരു ചേംബർ അതങ്ങനെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഉള്ളവർക്ക് എല്ലാവർക്കും ആ ചേംബർ അത് ഒരുപാട് ഇഷ്ടാവും. തീർച്ചയായിട്ടും എല്ലാ ഡ്രാഗൺ ബോൾസും ഒത്തൊരുമിപ്പിച്ച് നമ്മുടെ മൊട്ടപ്പനെ തിരികെ കൊണ്ടുവരുന്നത് വരെ നമുക്ക് മൊട്ടപ്പന്റെ ബോഡി അത് ഇതിൽ സേഫ് ആക്കി വെക്കാമെന്ന് പറഞ്ഞ് എല്ലാവരും ചേർന്ന് ഇപ്പൊ മൊട്ടപ്പനെ അതിന്റെ അകത്ത് വെക്കും. അതിനുശേഷം ആ ചേംബർ ക്ലോസ് ചെയ്ത് ഇതൊരു ടാബ്ലറ്റ് ആക്കി മാറ്റുകയാണ്. ആ ടാബ്ലറ്റ് ആണെങ്കിൽ വീട്ടില് ഒരു സേഫ് ആയ ഡ്രോയറിൽ അവരങ്ങനെ വെക്കും. അതേസമയം ഇവിടെ ഗോക്കു ആണെങ്കിൽ ഇപ്പൊ ആ ഉണ്ടപ്പനോട് ചോദിക്കും, നിന്റെ പേരെന്താണ്? അതിനവൻ റോബിൻ എന്ന് മറുപടി പറയും. ഗോക്കു ആണെങ്കിൽ അവന്റെ പേരും പറഞ്ഞ് വീണ്ടും അവർ തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം. അപ്പോഴായിരിക്കും ഗോക്കു വീണ്ടും ആ ഡ്രാഗൺ ബോൾ ശ്രദ്ധിക്കുക. ഗോക്കു ആണെങ്കിൽ അവനോട് ചോദിക്കും, സത്യത്തിൽ നിനക്ക് ഈ ഡ്രാഗൺ ബോൾ അത് എവിടുന്ന് കിട്ടിയതാണ്? അതിനവൻ പറയും, 3 വർഷങ്ങൾക്ക് മുൻപ് ഈ കാട്ടിൽ വെച്ചാണ് എനിക്ക് കിട്ടിയത്. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, തിളക്കം ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഞാനൊരു ചെയിനാക്കി എന്റെ കഴുത്തിലിട്ടു. നീ വേറെ കാര്യങ്ങൾ പറഞ്ഞ് ഡൈവേർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ട. ഒരു കാരണവശാലും നിന്നെപ്പോലെ ഒരു കള്ളനെ ഞാൻ വെറുതെ വിടില്ല. ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ അത്രയും ടേസ്റ്റും ബിഗും ആയിട്ടുള്ള ഫിഷിനെ നദിയിൽ നിന്ന് പിടിച്ചത്. ആണ് നീ മോഷ്ടിച്ചു കൊണ്ടുപോയത്. സോ ഉറപ്പായാലും നീ അതിനുള്ള പണിഷ്മെന്റ് അത് അനുഭവിക്കണമെന്ന് പറയും. അവരങ്ങനെ 1 2 പറഞ്ഞ് 100 പറഞ്ഞ് തർക്കിക്കുന്ന അതേസമയം ഡാർക്ക് മോൺസ്റ്റർ അത് അവിടേക്ക് പറന്നു വരും. ഗോക്കു ആണെങ്കിൽ ടെൻഷനായി അതിനെ ചൂണ്ടിക്കാണിക്കും. ഉണ്ടപ്പനാണെങ്കിൽ അതിനെ തിരിഞ്ഞു നോക്കും. ആ ഒരു ഡാർക്ക് മോൺസ്റ്റർ ആണെങ്കിൽ ഇപ്പൊ അവരുടെ അടുത്തേക്ക് വരും. ആ ഡാർക്ക് ആണെങ്കിൽ ഉണ്ടപ്പനോട് പറയും, എനിക്ക് ആവശ്യമായിട്ടുള്ള ഒരു സാധനം ഈ കാട്ടിലുണ്ട്, മര്യാദയ്ക്ക് നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്ത് അത് കണ്ടെത്താൻ സഹായിക്കണം. ഉണ്ടപ്പനാണെങ്കിൽ അവന്റെ അറഗൻസ് അതൊട്ടും ഇഷ്ടാവില്ല. നിനക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ നീ
മര്യാദയ്ക്ക് റെസ്പെക്ട്ഫുൾ ആയിട്ട് മാത്രമേ അത് ചോദിക്കാൻ പാടുള്ളൂ. ഇവിടെ ഗോക്കു ആണെങ്കിൽ മോൺസ്റ്ററിനെ അട്ടിമുടിയോ നോക്കും. ഓ നോ, എന്നെ അറ്റാക്ക് ചെയ്ത മോൺസ്റ്ററും ഇതുമായിട്ട് ചെറിയ ഡിഫറൻറ്റ് ഉണ്ട്. ഒരുപക്ഷെ ഇവൻ്റെ ഫാമിലിയിൽപ്പെട്ട ആരെങ്കിലും ആയിരിക്കുമോ എന്നെ അറ്റാക്ക് ചെയ്തത്. സോ ഇവനോട് ചോദിക്കാമെന്ന് കരുതി ഗോക്കു ആണെങ്കിൽ അവൻ്റെ അതുകൊണ്ടും കണ്ണുകൊണ്ടൊക്കെ ആ മോൺസ്റ്ററിനെ രൂപമാക്കി കാണിച്ച്, ഇങ്ങനെ ആരെങ്കിലും നിനക്കറിയോ, നിന്റെ ഫാമിലിയിൽ ഇങ്ങനെ രൂപമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. അതിനവനാണെങ്കിൽ പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയാതെ ഇപ്പോൾ ഉണ്ടപ്പൻ്റെ കഴുത്തിലുള്ള ആ ഡ്രാഗൺ ബോൾ കാണും. വാവ്, എനിക്ക് ആവശ്യമായത് അത് നിന്റെ കഴുത്തിലുണ്ട്, നിന്റെ കഴുത്തിലുള്ള ആ ചെയിൻ എനിക്ക് വേണം. ഉണ്ടപ്പനാണെങ്കിൽ തീർത്തു പറയും, ഒരു കാരണവശാലും ഇത് ഞാൻ നിനക്ക് തരില്ല. ഇതെനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ കഷ്ടപ്പെട്ട് ഒരു ചെയിനാക്കി എൻ്റെ കഴുത്തിലിട്ടതാണ്. ഇത് ആർക്കും കൊടുക്കില്ല. നിനക്ക് വേണമെങ്കിൽ പോലെ മറ്റൊന്ന് വേറെ എവിടെന്നെങ്കിലും കണ്ടെത്തി നിന്റെ കഴുത്തിൽ അണിയേ. ഗോകുവിനാണെങ്കിൽ കാര്യം പിടികിട്ടും. ഇവന്റെ ടീമിലുള്ളവൻ തന്നെയാണ് മൊട്ടപ്പനെ കൊന്നതെന്നും അവനെ അറ്റാക്ക് ചെയ്തതെന്നും. ഗോകു അവൻ ഫുൾ കലിപ്പിൽ ടെററായിട്ട് നിൽക്കും. ആ മോൺസ്റ്റർ ആണെങ്കിൽ അടിച്ചു പറയും, ഉറപ്പായാലും നിങ്ങളെ തല്ലിക്കൊന്നിട്ടാണെങ്കിലും ആ ഡ്രാഗൺ ബോൾ ഞാൻ സ്വന്തമാക്കും. ഉടനെ ഗോകു പറയും, ഇവനുമായിട്ട് ഞാൻ ഫൈറ്റ് ചെയ്യും. എൻ്റെ ഫ്രണ്ടിനെ കൊന്നത് അത് ഇവനാണ്. ഉണ്ടപ്പനാണെങ്കിൽ അത് ഒട്ടും ഇഷ്ടാവില്ല. അവൻ എന്നെയാണ് വെല്ലുവിളിച്ചത്, സോ ഞാൻ അവനുമായിട്ട് ഫൈറ്റ് ചെയ്യും. അങ്ങനെ അവർ രണ്ടുപേരും 150 പറഞ്ഞ് 100 പറഞ്ഞ് പൊരിഞ്ഞ് തർക്കം. പിന്നീട് ആര് ഫൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അവർ റോക്ക് പേപ്പർ സിസർ അത് കളിച്ച് തീരുമാനിക്കുകയാണ്. കളിയുടെ ഒടുവിൽ ഇപ്പൊ നമ്മുടെ ഉണ്ടപ്പൻ അവനായിരിക്കും ഫസ്റ്റ് ചാൻസ് കിട്ടുക. ഉണ്ടപ്പനാണെങ്കിൽ ഓടി വന്ന് അവനെ പഞ്ച് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ മോൺസ്റ്ററിന്റെ ഒറ്റ കിക്കില് അവനങ്ങനെ തെറിച്ചു പോയി അടിച്ചു വീഴും. ഉണ്ടപ്പനാണെങ്കിൽ പതുക്കെ എഴുന്നേക്കും. ഇന്ന് എനിക്ക് കിട്ടിയത് മുഴുവൻ വളരെ പവർഫുൾ ആയിട്ടുള്ള എനിമീസ് ആണ്. അതിനാ മോൺസ്റ്റർ പറയും, പവർഫുള്ളായ എനിമീസ് ആയതുകൊണ്ടല്ല, നീ വീക്ക് ആയതുകൊണ്ടാണ് നീ തോറ്റു പോകുന്നത്. അത് കേട്ട് കലി ഇളകി അവൻ ടെററായിട്ട് നിൽക്കും. ഗോകു ആണെങ്കിൽ അവനോട് ഹെൽപ്പ് വേണോ ചോദിക്കും. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് അവൻ ചാടിപ്പോയി അവനൊരു കിക്ക് വെച്ച് കൊടുക്കും. ആ കിക്കില് അവനാണെങ്കിൽ കൺട്രോൾ പോയി താഴേക്ക് വീഴുകയാണ്. കലിയിളകിയ മോൺസ്റ്റർ ആണെങ്കിൽ ഇതിന് തീർച്ചയായിട്ടും നീ പേ ചെയ്യുമെന്ന് പറഞ്ഞ് ഒരു പ്രത്യേകതരം പവർ ഉപയോഗിച്ച് അവനെ അച്ചറം പൊച്ചറ ആഞ്ഞടിക്കും. ആ മോൺസ്റ്റർ ആണെങ്കിൽ വീണ്ടും വീണ്ടും ഉണ്ടപ്പനെ കളിയാക്കി അവനെ വെല്ലുവിളിക്കുകയാണ്. അതിനുണ്ടപ്പൻ ദേഷ്യപ്പെട്ട് പറയും, മിണ്ടിപ്പോരുത്, നീ വെപ്പൻ ഉപയോഗിച്ചാണ് എന്നെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചത്. എന്റെ വെപ്പന്റെ പവർ അത് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവന്റെ സ്ക്വാഡ് എടുത്ത് അങ്ങനെ ഓടി അടുക്കും. ആ മോൺസ്റ്റർ ആണെങ്കിൽ വീണ്ടും അവന്റെ ലൈറ്റ്നിങ് പവർ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യുകയും, പക്ഷെ ഉണ്ടപ്പൻ അവൻ ആ അറ്റാക്കിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് അവന്റെ ക്ലോസ് എത്തി ആ സ്ക്വാഡ് ആഞ്ഞൊരു വീശ്. ആ ഒരു വീശലിൽ അവൻ അങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കുകയാണ്. ഗോകു ആണെങ്കിൽ ആ കാഴ്ച കണ്ട് ഷോക്കാവും. കാരണം ആ ഒരു മോൺസ്റ്റർ അത് രണ്ടായി കട്ടായി താഴേക്ക് വീഴുകയാണ്. ഇവിടെ ആ മെയിൻ മോൺസ്റ്റർ അവന്റെ ഹാർട്ട് ബീറ്റ് കൂടി അവൻ ഷോക്കാവും. അവന് മനസ്സിലാവും അവൻ ക്രിയേറ്റ് ചെയ്ത അവന്റെ സണ്ണിന് എന്തോ ഒന്ന് സംഭവിച്ചുവെന്ന്. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.